ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കുട്ടികൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് EVSലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ടു ദ വേൾഡ് ഓഫ് ആനിമൽസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ആക്ടിവിറ്റി എന്താണ്? മെനി ഫോംസ് വൺ ലൈഫ്, പല രൂപം ഒരു ജീവിതം. മിത്ര വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. അവൾ മുറ്റത്ത് കളിക്കുകയായിരുന്നു. ആരെ? മിത്ര. There were some light yellow pearly objects in a plant. ചെടിയിൽ കുറേ ഇളം മഞ്ഞ മുത്തുകൾ കണ്ടു. അവൾ എന്ത് ചെയ്തു? മിത്ര കോൾഡ് ഹിയർ മദർ. അവൾ അവളെ അമ്മയെ വിളിച്ചു. മദർ ലുക്ക്ഡ് അറ്റ് ദ ലീവ്സ്. അമ്മ ഇലകളൊന്ന് നോക്കി. എന്നിട്ട് എന്താ കണ്ടത്? These are the eggs of butterfly dear. ഇതെന്താണ്? ചിത്രശലഭത്തിൻ്റെ മുട്ടയാണ് മോളെ. She waited eagerly to the butterfly coming out of the egg. മുട്ടയിൽ നിന്ന് പൂമ്പാറ്റ വിരിഞ്ഞിറങ്ങുന്നതിനായി അവൾ കാത്തിരുന്നു. What a surprise! She saw only worms. പക്ഷെ അവൾ കണ്ടത് എന്താണ്? പൂമ്പാറ്റയാണോ? അല്ല, പുഴുക്കളെയാണ്. Mom, are they really not the eggs of the butterfly? മോളെ, ഈ പുഴുക്കളാണ് എന്തായിരുന്നത്. ഈ മുട്ടകൾ പൂമ്പാറ്റകളുടേതല്ല അമ്മേ. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? These worms will become butterfly dear. It is called larva. മോളെ, ഈ പുഴുക്കളാണ് എന്താ ചെയ്യുന്നത്? പൂമ്പാറ്റകളായി മാറുന്നത്. ഇവ എന്താണ് വിളിക്കുക? It is called larva. ലാർവ എന്നാണ് വിളിക്കുന്നത്. മിത്ര became curious. അവൾക്ക് കൗതുകമായി. She took photos of the change happening to the worm in the following days. തുടർന്നുള്ള ദിവസങ്ങളിൽ പുഴുവിനുണ്ടായ മാറ്റങ്ങൾ അവൾ ക്യാമറയിൽ പകർത്തി. ഒബ്സർവ് ദ പിക്ചർ. നിങ്ങൾ ചിത്രം ഒന്ന് നിരീക്ഷിച്ച്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫൈൻഡ് ഔട്ട് ദ നെയിം ഓഫ് ഈ സ്റ്റേജ് ആൻഡ് റൈറ്റ് ദ ഫീച്ചേഴ്സ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഓരോ ഘട്ടത്തിൻ്റെയും പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതൂ. അവിടെ പ്രത്യേകതകൾ നിങ്ങൾ എന്ത് ചെയ്യണം? എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതി രേഖപ്പെടുത്തണം. അവിടെ നോക്കിക്കേ, ഫസ്റ്റ് എന്താണ്? അവിടെ ഒരു എഗ്ഗാണ് വേണ്ടത് അല്ലേ? അവിടെ ബ്ലാങ്ക് ആയിട്ടുള്ളത്. അവിടെ എന്താ നിങ്ങൾ എഴുതേണ്ട? എഗ്ഗാണ്. നെക്സ്റ്റ് ലാർവ, പ്യൂപ്പ, അടുത്തതോ ബട്ടർഫ്ലൈ അല്ലേ? അടുത്ത നോക്കിക്കേ, ഇഫ് യു ഒബ്സർവ് ദ ബോട്ടം ഓഫ് ദ കറി ലീവ്സ് ആൻഡ് അതർ പ്ലാന്റ്സ്. കറിവേപ്പിൻ്റെയും മറ്റ് ഇലകളുടെയും അടി നിരീക്ഷിച്ചാൽ നിങ്ങൾ എന്താ കാണുക? യു ക്യാൻ ഫൈൻഡ് ബട്ടർഫ്ലൈ എഗ് സ്റ്റിക്കിംഗ് ദെയർ. അവിടെ ശലഭ മുട്ടകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കാണാൻ കഴിയും. നെക്സ്റ്റ് ബട്ടർഫ്ലൈയുടെ എഗ്ഗാണ്. ബട്ടർഫ്ലൈ യൂഷ്വലി ലേയ്സ് എഗ് അണ്ടർ ദ ലീവ്സ്. സാധാരണയായി ഇലയുടെ അടിയിലാണ് ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യുന്നത്? മുട്ടയിടുന്നത്. ദ സ്റ്റിക്കി ലിക്വിഡ് ഫ്രം ഇറ്റ്സ് ബോഡി ഹെൽപ്സ് ടു അറ്റാച്ച് ദ എഗ്സ് ഓൺ ദ ലീഫ്. നല്ല പശയുള്ള ശരീരദ്രാവകം ഉണ്ടാവും ഇതിൽ, ബട്ടർഫ്ലൈയിൽ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവ ഇലയിൽ എന്ത് ചെയ്യും? ഒട്ടിച്ചു വയ്ക്കും. The egg will hatch within 6 days. 6 ദിവസങ്ങൾക്കുള്ളിൽ മുട്ട വിരിയും. നെക്സ്റ്റ് ലാർവ. ലാർവ ആർ ദ worm that hatch out from the egg. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന പുഴുക്കളാണ് ലാർവകൾ. They spend their time mostly for eating. പുറത്തു വരുന്ന ലാർവകൾ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കാനാണ് കൂടുതൽ സമയം ഉപയോഗിക്കുന്നത്. The larva will grow and become larger within days. ദിവസങ്ങൾ കൊണ്ട് ലാർവ വളർന്ന് വലുതാകും. ലേറ്റർ, പിന്നീട് ഇറ്റ് വിൽ ട്രാൻസ്ഫോം ഇൻ ടു ദി പ്യൂപ്പ സ്റ്റേജ്. നെക്സ്റ്റ് എന്താണത്? പിന്നീട് പ്യൂപ്പ അവസ്ഥയിലേക്ക് മാറുന്നു. നെക്സ്റ്റ് പ്യൂപ്പ. ദ പ്യൂപ്പ ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവർ സ്പൺ ബൈ ദ ലാർവ ഇറ്റ് സെൽഫ്. പഞ്ഞിക്കെട്ട് പോലെ ലാർവയുടെ പുറന്തോടാണ് പ്യൂപ്പ. അതെന്താണ്? The larva remains dormant inside it for several days. ഈ ആവരണത്തിൽ എന്ത് ചെയ്യും? അത് കുറേ ദിവസം സമാധിയിലിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇലയുടെ അടിയിൽ പഞ്ഞിക്കെട്ടിനുള്ളിലാണ് അല്ലേ? ദിസ് സ്റ്റേജ് ഈസ് കോൾഡ് ദി പ്യൂപ്പ. ഈ അവസ്ഥയ്ക്ക് എന്താ പറയുന്നത്? പ്യൂപ്പ. ദ ലാസ്റ്റ് വൺ ബട്ടർഫ്ലൈ. അങ്ങനെ നമ്മുടെ പ്യൂപ്പ എന്തായി? ബട്ടർഫ്ലൈ ആയി മാറുകയാണ്. ദ പ്യൂപ്പ ഫുള്ളി ഡെവലപ്പ് ഇൻ 2 weeks. 2 ആഴ്ച കൊണ്ട് പ്യൂപ്പ പൂർണ്ണ വളർച്ചയെത്തുന്നു. ദ അഡൽട്ട് ബട്ടർഫ്ലൈ എമർജസ് ബൈ ബ്രേക്കിംഗ് ഔട്ട് ഓഫ് ദ പ്യൂപ്പൽ. കൂട് പൊട്ടിച്ചതെന്താവും? ശലഭമായി മാറുന്നു. വിത്തിൻ മിനിറ്റ്സ് ഇറ്റ് ഫ്ലൈസ് എവേ. അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പറന്നുയരും. കുറച്ച് മിനിറ്റിനുള്ളിൽ അത് പറന്നുയരും. The life span of butterfly is only 3 or 4 weeks.
ഇതിൻ്റെ ആയുസ് എത്രയാണ്? 3-4 ആഴ്ച മാത്രമാണ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ആയുസ്. നെക്സ്റ്റ് പേജ് നോക്കിയേ. 2 ബട്ടർഫ്ലൈസിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ താഴെ എന്താണ് എഴുതിയത്? ഒബ്സർവ് ദീസ് ബട്ടർഫ്ലൈസ്. എന്താണ്? ഈ പൂമ്പാറ്റകളെ നോക്കൂ. ആർ ഇൻ ദ ഡിസൈൻസ് ഓൺ ദ വിങ്സ് ദ സെയിം. 2 ചിറകുകളിലെയും നിറവിന്യാസം ഒരുപോലെയല്ലേ? ഹൗ എബൌട്ട് ദ ബട്ടർഫ്ലൈ ദാറ്റ് യു കളേർഡ്. നിങ്ങൾ നിറം നൽകിയ പൂമ്പാറ്റയ്ക്കോ? അതിനെന്താണ് നിങ്ങൾ നിറം നൽകിയത്? ഡു യു ദ വിങ്സ് ഓഫ് ഓൾ ബട്ടർഫ്ലൈസ് ലുക്ക് ലൈക്ക് ദിസ്. എല്ലാ പൂമ്പാറ്റകളുടെയും 2 ചിറകുകളും ഒരുപോലെയാണോ? ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ പരിസരത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ചു നോക്കൂ. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ് ടു ദ ക്ലാസ്. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടെത്തിയ വിവരങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കണം അല്ലേ? ഒരു പൂമ്പാറ്റയെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 2 ചിറകും എന്താണ്? ഒരുപോലത്തെ ഡിസൈനാണുള്ളത്. ഇവിടെ പിക്ചറിൽ കണ്ടിട്ടില്ലേ? നിങ്ങൾ പൂമ്പാറ്റകളെ നന്നായി നിരീക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ട കാര്യങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈ ഈസ് ഗിവൺ നെയിംസ് ടു ഐഡൻറ്റിഫൈ ദം. പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഓരോ ഇനത്തിലും പേരുകൾ നൽകിയിട്ടുണ്ട്. ഓ, ഡു ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ്. പൂമ്പാറ്റകൾക്കും പേരോ? ഇവിടെ ബോയ്ക്ക് എന്താണ്? അത്ഭുതമാവാണ് അല്ലേ? പൂമ്പാറ്റകൾക്കും പേരുണ്ടോ? അവിടെ നോക്കിക്കേ. കോമൺ ജസ്ബിൽ, എന്താണ്? വിലാസിനി എന്ന് പറയും. അടുത്തത് കോമൺ ഗ്രാസ് യെല്ലോ, മഞ്ഞ പാപ്പാത്തി. മലയാളത്തിൽ പറഞ്ഞാൽ മഞ്ഞ പാപ്പാത്തി എന്നാണ് പറയുന്നത്. അടുത്ത പേജ് എടുത്തേ. എന്താ അവിടെ എഴുതിയിട്ടുള്ളത്? ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളം ഈസ് സദേൺ ബേർഡ് വിങ് ഗരുഡശലഭം. കേരളത്തിലെ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണ്? ഗരുഡശലഭം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻഡ് ദ സ്മോളസ്റ്റ് ഈസ് ഗ്രാസ് ജുവൽ. രത്നനീലി. ചെറുത് ഏതാണ്? രത്നനീലി. ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം ഈസ് മലബാർ ബാൻഡഡ് പീകോക്ക്. ബുദ്ധമയൂരി. ഔദ്യോഗിക ശലഭം ഏതാണ് കേരളത്തിൻ്റെ? ബുദ്ധമയൂരി. ഏറ്റവും വലുതോ? ഗരുഡശലഭം. ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ഏതാണ്? രത്നനീലി. അപ്പോൾ 3 ശലഭങ്ങളുടെ പേര് നിങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കണം. അടുത്ത നോക്കിക്കേ. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില പൂമ്പാറ്റയുടെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദ പിക്ചർ ഓഫ് സം ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ സറൗണ്ടിങ് ആൻഡ് ഗിവൺ ബിലോ. ഇവിടെ കൊടുത്തിട്ടുള്ളതൊന്ന് വായിച്ചു നോക്കിയേ. ഏതൊക്കെ ബട്ടർഫ്ലൈസിൻ്റെ പേര്? ഫസ്റ്റ് വൺ ടോണി കോസ്റ്റർ, തീച്ചിറകൻ, കോമൺ പിയററ്റ്, നാട്ടുകോമാളി, ബ്ലൂ ടൈഗർ, നീലക്കടുവ, ക്രിംസൺ റോസ്, ചക്കരശലഭം, ലെമൺ പാൻസി, പുള്ളിക്കുറുമ്പൻ, കോമൺ മൊർമോൺ, നാരകക്കാളി. ഇത്രയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഇത് കൂടാതെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട്. അവയുടെ പേര് കണ്ടെത്തി നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ബുക്കിൽ എഴുതി ചേർക്കുക. ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ പ്രദേശത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് ഫൈൻഡ് ദെയർ നെയിംസ് ആൻഡ് റൈറ്റ് ദം. അവയുടെ പേരുകൾ കണ്ടെത്തി എഴുതും. ബട്ടർഫ്ലൈസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഇൻ 2 ways. പൂമ്പാറ്റകളെ എന്ത് ചെയ്യുന്നു? 2 തരത്തിൽ സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫോർ ലേയിങ് എഗ്സ്, മുട്ടയിടാനും, ആൻഡ് ഫോർ ഫുഡ്, ഭക്ഷണത്തിനും വേണ്ടി. ദ കോമൺ മൊർമോൺ ബട്ടർഫ്ലൈ, നാരകക്കാളി ശലഭം എന്താണ്? യൂഷ്വലി ലേയ്സ് എഗ്സ് ഓൺ ദ സിട്രസ് പ്ലാന്റ്സ്. അതായത് നാരകക്കാളി ശലഭം മുട്ടയിടുന്നത് ഏതിലാണ്? നാരകം പ്ലാന്റ്, നാരകത്തിലും, ആൻഡ് ദ ഓറഞ്ച് ബെറി പ്ലാനറ്റ്, പാണലിൻ്റെ ഇലയിലുമാണ് മുട്ടയിടുന്നത്. ദെയർ ലാർവ ഈറ്റ് ദ ലീവ്സ് ഓൺ ദീസ് പ്ലാന്റ്സ്. ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്ന എന്താണ്? ഈ ചെടിയുടെ ഇലയാണ് ലാർവകൾ. വെൻ ദേ ബിക്കം ബട്ടർഫ്ലൈസ്, ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ ദേ ഫൈൻഡ് നെക്ടർ ഫ്രം ദ ഫ്ലവേഴ്സ് ഓഫ്. പിന്നെ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ ഇവയുടെ ഭക്ഷണം എന്താണ്? പൂന്തേനാണ് അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? അതിന് പറ്റിയ ചെടികൾ ഏതൊക്കെയാണ്? ഹിബിസ്കസ്,
ചെമ്പരത്തി, വൈറ്റ് ഓർക്കിഡ്, മന്ദാരം, ഓർക്കിഡ് ട്രീ ആൻഡ് മോർണിംഗ് ബ്രീസ് പ്ലാനറ്റ്, മുസാന്ത തുടങ്ങിയ പൂക്കളിൽ നിന്നാണ് ഇവ എന്ത് ചെയ്യുന്നത്? തേൻ കുടിക്കുന്നത്. മനസ്സിലായോ? കോമൺ പ്ലാന്റ്സ് വിച്ച് ബട്ടർഫ്ലൈസ് വിസിറ്റ് ഫോർ ലേയിങ് എഗ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പൂമ്പാറ്റകൾ മുട്ടയിടാൻ എത്തുന്ന സസ്യങ്ങൾ ഏതെല്ലാമാണ്? കറി ലീഫ് കറിവേപ്പ്, സിട്രസ് നാരകം, ഗുൽമോഹർ വാഗ, കൂവളം, മൾബറി, മുസാണ്ട, കാലോട്രോപിക്സ്, ഈശ്വരമുല്ല. ഇത്രയും ചെടികളിലാണ് സാധാരണയായി ബട്ടർഫ്ലൈസ് മുട്ടയിടുന്നത്. നെക്സ്റ്റ്, ദ ഫോളോയിങ് ആർ സം പ്ലാന്റ്സ് ദാറ്റ് അട്രാക്ട് ബട്ടർഫ്ലൈസ്. ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ചില ചെടികളെക്കുറിച്ചാണ് നമുക്ക് പറയുന്നത്. കൃഷ്ണകിരീടം, സൺഫ്ലവർ, സീനിയ, വാടാമുല്ല, ഹിബിസ്കസ്, ആൻറ്റിനം. ഇത്രയും പുഷ്പങ്ങളാണ് പൂമ്പാറ്റകൾ ആകർഷിക്കുന്ന പുഷ്പങ്ങൾ. ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പഗോഡ ഫ്ലവർ, കൃഷ്ണകിരീടം, റാറ്റിൽ വീഡ്, കിലുക്കി, കറി ലീഫ് പ്ലാന്റ്, സിട്രസ്, ഒളിയാണ്ടർ, അരളി ദാറ്റ് അട്രാക്ട് ബട്ടർഫ്ലൈസ് ഇൻ യുവർ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ഇതൊക്കെ നിങ്ങളുടെ ഉദ്യാനത്തിൽ നട്ടുപിടിപ്പിക്കേണ്ട ചെടികളാണ്. ഒബ്സർവ് വാട്ട് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് കം ടു ദ ഗാർഡൻ. ഏതെല്ലാം ശലഭങ്ങളാണ് ഉദ്യാനത്തിലെത്തുന്നത് നിരീക്ഷിക്കൂ. ഇവിടെ നോക്കിക്കേ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നത് എന്ന് പറഞ്ഞേ. ആ പിക്ചറിൽ അവിടെ മരം കൊത്തിയുണ്ട് അല്ലേ? അതേപോലെ പാരറ്റ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, പിന്നെയോ ടൊട്ടോയ്സ് ഉണ്ട്, പിന്നെ സ്നേക്ക് ഉണ്ട്, ഫിഷ് ഉണ്ട്, ലോട്ടസ് ഉണ്ട് അല്ലേ? പിന്നെ വാട്ടർ ഉണ്ട്, ഗ്രാസ് ഉണ്ട്, ട്രീസ് ഉണ്ട്, ഒരുപാട് ജീവികളുണ്ട്. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചർ ആർ അറൗണ്ട് അസ്? വേർ ഡു ദേ ലീവ്? എത്രമാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്? അവ എവിടെയെല്ലാമാണ്? വേർ ഡു ദി ലീവ്? അവർ എവിടെയൊക്കെയാണ് വസിക്കുന്നത്? അവിടെ കൊടുത്തിട്ടുള്ളത് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് ഉണ്ട്, പോണ്ട് ഉണ്ട്, നെക്സ്റ്റ് നമ്മൾ റിവർ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എഴുതി ചേർക്കണം. നെക്സ്റ്റ് എഴുതാം. പാഡി ഫീൽഡ്, വയലുണ്ട്, ട്രീ ഉണ്ട്, സേക്രഡ് ഗ്രോവ് കാവുണ്ട്, അതേപോലെ സ്ട്രീം തോട്, വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സ്റ്റിനിറ്റ്? ഇവ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ക്രിയേച്ചർ വിൽ ലോസ് ദെയർ ഹാബിറ്റാറ്റ്. അതായത് ജീവികൾക്ക് വാസസ്ഥലം നഷ്ടമാകും. ഇൻക്രീസ് ദ നമ്പർ ഓഫ് സം ക്രിയേച്ചർ. മറ്റു ചില ജീവികളുടെ എണ്ണം കൂടും. ദ നമ്പർ ഓഫ് സം ക്രിയേച്ചർ ഡിക്രീസ്. ചില ജീവികളുടെ എണ്ണം കുറയും. അതായത് നിങ്ങൾക്കറിയാം, മണ്ണിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ചെറിയ പ്രാണികളുണ്ട്, അതുപോലെ മണ്ണിലെ പോലത്തെ ചെറിയ ജീവികളുണ്ട്, തവളയുണ്ട്, അങ്ങനെ ഒരുപാട് ചെറിയ ജീവികളുണ്ട്. അതൊക്കെ എന്താവും? എണ്ണം കുറയും. ദ എക്സ്റ്റെൻസ് ഓഫ് ഹ്യൂമൻ വിൽ ബി ഡേഞ്ചർ. മനുഷ്യരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. അടുത്ത് നോക്കിക്കേ, എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ദ എർത്ത് ബിലോങ് ടു എവരി വൺ ഡസൻറ്റ് ഇറ്റ്? ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ. വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്റ്റ് ദി സറൗണ്ടിങ് വെയർ ദീസ് ക്രിയേച്ചർ ലീവ്? ജീവികൾ വസിക്കുന്ന ഈ ചുറ്റുപാടുകൾ സംരക്ഷിക്കേണ്ടത് എന്താണ്? നമ്മുടെ കടമയാണ്. അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും? ഫസ്റ്റ് വൺ, ഡോണ്ട് ത്രോ വേസ്റ്റ്. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. അവോയ്ഡ് ദ ഓവർ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. കീടനാശിനികളുടെ അമിത ഉപയോഗം ഒഴിവാക്കുക. പ്രൊട്ടക്റ്റ് ദി വാട്ടർ ബോഡീസ് ഫ്രം പൊല്യൂഷൻ. ജലാശയങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കുക. കൺട്രോൾ ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. രാസവളങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക. പ്രൊട്ടക്റ്റ് ദ ഹാബിറ്റാറ്റ് ഓഫ് ക്രിയേച്ചർ. ജീവികളുടെ വാസസ്ഥലം സംരക്ഷിക്കുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് എഴുതി ചേർക്കാം കൂടുതലായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അടുത്തത് ലാസ്റ്റ് വൺ, ലെറ്റസസ്, അതായത് വിലയിരുത്തൽ. മിത്ര ഒബ്സർവ് ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദി ഡൊമസ്റ്റിക് ആനിമൽ ലൈക്ക് ക്യാറ്റ് ആൻഡ് ഗോട്ട് ആൻഡ് റോട്ട് ദം ഇൻ ദി ടേബിൾ. ആഡ് മോർ ഡീറ്റെയിൽ ഇൻ ദ ടേബിൾ. അതായത് മിത്ര തൻ്റെ വളർത്തി ജീവികളായ പൂച്ചേൻ്റെയും ആടിൻ്റെയും ആഹാര രീതികളും അതിൻ്റെ ശാരീരികമായുള്ള സവിശേഷതകളുമാണ് ഇവിടെ പട്ടികയിൽ കൊടുത്തത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? മിത്രയുടെ വീട്ടിലുള്ള അതെന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി ചേർക്കണം. എന്തൊക്കെയാണ് ക്യാറ്റിൻ്റെയും ഗൂട്ടിൻ്റെയും ഡിഫറൻസസ് എന്നുള്ളത്. ഓക്കെ, ക്യാറ്റ് എന്ത് ചെയ്യുന്നു? ഈറ്റ്സ് മീറ്റ്, മാംസാഹാരം കഴിക്കുന്നു. ഹാസ് ഷാർപ്പ് നെയിൽ ഓൺ ഫീറ്റ്. എന്താണ്? കൂർത്ത നഖങ്ങളാണുള്ളത്. അടുത്തത് എന്താണ്? ഹാസ് ഷാർപ്പ് ടീത്ത്.
പല്ലുകൾ കൂർത്തതാണ്. ക്യാറ്റ് ഗീവ് ബർത്ത് ടു യങ് വൺസ്, പൂച്ച പ്രസവിക്കുന്ന ജീവിയാണ്. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഫർ ഓൺ ഇറ്റ്സ് ബോഡി, ശരീരത്തിൽ ധാരാളം രോമങ്ങളുണ്ട്. എന്നാൽ ഗോട്ടോ ഈറ്റ് പ്ലാന്റ് പാർട്സ്, സസ്യാഹാരം മാത്രം കഴിക്കുന്നു. ഡസ് നോട്ട് ഹാവ് ഷാർപ്പ് നെയിൽ ഓൺ ഫീറ്റ്, കാലിൽ കൂർത്ത നഖങ്ങളില്ല. ഹാസ് ഫ്ലാറ്റ് ടീത്ത്, പരന്ന പല്ലുകളാണ്. ഗോട്ട് ഗിവ് ബർത്ത് ടു യങ് വൺസ്, ആട് പ്രസവിക്കുന്ന ജീവിയാണ്. ലാസ്റ്റ് വൺ, ബോഡി ഹാസ് തിക്ക് സ്കിൻ, ശരീരത്തിൽ കട്ടിയുള്ള തോലുണ്ട്. ലാസ്റ്റ് വൺ, ഫൈൻഡ് ദ സീ ക്രിയേച്ചർ ഹിഡൺ ഇൻ ദ പിക്ചർ ഗിവൺ, റൈറ്റ് ദെയർ നെയിംസ്. അതിലൊരുപാട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണ്? വാട്ടർ ആനിമൽ, കടലിലെ ജീവികൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞത്. എന്തൊക്കെയുണ്ട് അവിടെ? ഫസ്റ്റ് വൺ, ഒക്ടോപ്പസ് ഉണ്ട്, നീരാളി ഉണ്ട്, സ്റ്റാർ ഫിഷ് ഉണ്ട്, ക്രാബ് ഞണ്ടുണ്ട്, ഡോൾഫിൻ ഉണ്ട്, പിന്നെ തിരണ്ടി ഉണ്ട്, സീ ടെർട്ടിലുണ്ട്, പ്രോണുണ്ട്, ചെമ്മീനുണ്ട്, ഷാർക്ക്, സീ ഹോഴ്സ്. ഇത്രയും ജീവികളാണുള്ളത്. അവ വരച്ച് ചേർക്കാം. ലാസ്റ്റ് വൺ, ഇൻ വിച്ച് കാറ്റഗറി ഡസ് ദ ഡക്ക് ബിലോങ് ടു അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഫുഡ് ഹാബിറ്റ്, ആഹാര രീതിയുടെ സവിശേഷതകൾക്കനുസരിച്ച് നമ്മുടെ താറാവ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇൻ ദ ഡക്ക് വാസ് എ കാർണിവേഴ്സ് ലൈക്ക് ദ ഈഗിൾ, വാട്ട് ബോഡി ഫീച്ചേഴ്സ് വിൽ ഇറ്റ് ഹാവ്? ഡ്രോ ആൻഡ് ആഡ് ദം. അതായത് താറാവും പരുന്തിനെ പോലെ ഇരപിടിയനായിരുന്നുവെങ്കിൽ അതിൻ്റെ എന്തെല്ലാം ശാരീരിക സവിശേഷതകളായിരിക്കും ഉണ്ടാവുക? അവിടെ നിങ്ങളോട് വരയ്ക്കാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്താണ്? അതിൻ്റെ ബീക്കിന് മാറ്റം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അതിൻ്റെ ബീക്ക് മാറ്റം ഉണ്ടാവും അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് വൺ, എക്സ്റ്റെൻഡ് ആക്ടിവിറ്റി. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ചുറ്റും ഉള്ള ആർ ദ ബട്ടർഫ്ലൈ അറൗണ്ടേഴ്സ് ഓഫ് ദ സെയിം സൈസ് ആൻഡ് കളർ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ബട്ടർഫ്ലൈസ് എല്ലാം ഒരേ സൈസും വലുപ്പമാണോ? അവയെ ഒബ്സർവ് ചെയ്യുക, അവയെ സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഡിഫറൻസസൊക്കെ കണ്ടെത്തുക, എന്നിട്ട് അതിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. ാണ് പറഞ്ഞത്. അതുപോലെ വിസിറ്റ് എനി വൺ പ്ലേസ് ലൈക്ക് പോണ്ട്, ഫീൽഡ്, ഫോറസ്റ്റ് ഓർ ഗ്രാസ് ലാൻഡ് നിയർ യുവർ സ്കൂൾ. അവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ സമീപത്തുള്ള കുളം, വയൽ, കാട്, പുൽമേട് ഇവയിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിച്ച് അവിടെയുള്ള വൈവിധ്യമാർന്ന ജീവികളെ കണ്ടെത്തി ഐഡൻറ്റിഫൈ ചെയ്യാം. അവിടെ പ്രത്യേകമായിട്ട് കാണുന്ന ഏതെങ്കിലും 2 ക്രിയേച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവയെക്കുറിച്ചുള്ള നോട്ട്സ് എഴുതി പൂർത്തിയാക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. നമ്മുടെ ക്ലാസ് ഒരുപാട് ലെങ്ത് ഉണ്ട്, പക്ഷേ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ 3 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടും നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായി പഠിക്കുക. നിങ്ങളുടെ ഈ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.